വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജെകെ. എന്റെ പൊന്നുമക്കളെ, നമ്മുടെ കൊല്ല പരീക്ഷ ആനുവൽ എക്സാം അടുത്തെത്തി. പല കുട്ടികളും പേടിയോടി ഇരിക്കുന്നു. മക്കൾ, ഒരു പേടിയും വേണ്ട. നമ്മൾ ഇനി പറയുന്ന ഓരോ കാര്യങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ കേൾക്കുക, കാണുക, പഠിക്കുക, അത്ര മാത്രം മതി. അപ്പൊ വരാനിരിക്കുന്ന എല്ലാ എക്സാമുകളും അടിപൊളിയാക്കാൻ ഞങ്ങൾ എത്തിയിരിക്കുന്നു. എന്റെ പൊന്നുമക്കൾ, നമ്മൾ 9ാം ക്ലാസ്സിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് സെക്കൻഡ് വോളിയത്തിനകത്തുള്ള 4 ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ തന്നെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് എന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. പക്ഷേ പഠിച്ചിട്ടില്ലെങ്കിൽ, കേട്ടിട്ടില്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടൊരു ചാപ്റ്റർ ആയിരിക്കും. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ 6 ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു സൗണ്ട് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും. ആ 6 ചോദ്യങ്ങൾ ഏതൊക്കെയെന്നല്ലേ കണ്ടോളൂ. നമുക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഞാനൊരു കാര്യം കൂടി പറയട്ടെ മക്കളെ. വരാനിരിക്കുന്ന പരീക്ഷയിൽ ഈ ഒരു 6 ചോദ്യം മാത്രം പഠിച്ചാൽ പോരാ. പക്ഷേ നമുക്ക് എന്തെങ്കിലും ബാക്കി ചാപ്റ്ററുകളൊക്കെ പഠിക്കണം. അതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക് ലൈവിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചോദ്യങ്ങൾ ക്ലിയർ ആയിട്ട് എണ്ണം പറഞ്ഞ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം നിങ്ങൾ മടി കാണിക്കാതെ എല്ലാവരും എന്ത് ചെയ്യുക, ഓരോ ലൈവിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. വരുന്ന പരീക്ഷകളൊക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇതുവരെ പഠിക്കാത്ത കുട്ടികൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ സൗണ്ട് എന്ന ചാപ്റ്റർ നമുക്ക് 6 ചോദ്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ആ 6 ചോദ്യത്തിലേക്ക് കിടക്കണം. 1ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മടിയും കാണിക്കരുത്, വൃത്തിയായിട്ട് വായിക്കുക. ഒറ്റ തവണ വായിക്കൂ, ക്വസ്റ്റ്യൻ വായിക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ വായിക്കുക. എന്താണ് ചുവടെ നൽകിയിരിക്കുന്നതിൽ, അല്ലെങ്കിൽ ചുവടെ കുറെ പോയിന്റുകൾ തന്നിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്ന ശബ്ദ സ്രോതസ്സുകളുടെ ഏത് പ്രധാന ഭാഗം കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്? ഇപ്പൊ സൗണ്ട് ഉണ്ടാവണമെങ്കിൽ, സൗണ്ട് എന്നാണ് ഫോം ഓഫ് എനർജി, ഒരു ഊർജ്ജ രൂപമാണ് നമ്മൾ പഠിച്ചു. ആ ശബ്ദം ഉണ്ടാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ, കമ്പനം ഉണ്ടാവണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതിനകത്ത് ഏത് ഭാഗമാണ് വൈബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഡ്രംസ് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സാധാ ചെണ്ടൊക്കെ ഡ്രംസിൽ പെടും. ഇനി അതോടൊപ്പം തന്നെ മദ്ദളം അല്ലെ, അങ്ങനെ മദ്ദളം അല്ലെങ്കിൽ തബല എന്നൊക്കെ പറയും. അതൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ. പിന്നെ ബ്യൂഗിൾ, ഇങ്ങനെ ഒരു വലിയൊരു ഇതൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ, അതായത് ഇങ്ങനെ എന്നിട്ട് അവിടെ എങ്ങനെ ഉണ്ട് സൗണ്ട്, ഇങ്ങനെ ഹലോ ഹലോ സൗണ്ട് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കും അല്ലെ. അപ്പൊ അതാണ് ബ്യൂഗിൾ എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബ്യൂഗിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, പാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിലൊക്കെ ഏത് ഭാഗമാണ് കമ്പനം ചെയ്യുന്നതെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടതാ. ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ, 1ാമത്തെ ഡ്രംസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഏതാണ്, തുകൽ. ഏതാണ് കമ്പനം ചെയ്യുന്നത്? തുകൽ. അതായത് ഇംഗ്ലീഷ് മീഡിയക്കാർ എന്ത് പറയണം, ഡയഫ്രം. എന്താ പറയാ, ഡയഫ്രം ആണ് വൈബ്രേറ്റ് ചെയ്യുന്ന ഓർത്തേക്കാം. ഇനി മദ്ദളത്തിലാണെങ്കിലും ഏതാണ്, തുകൽ തന്നെയാണ് വരുന്നത്. തുകൽ, അതായത് മദ്ദളമാണെങ്കിലും മദ്ദളം അല്ലേ. അപ്പൊ അവിടേക്ക് ഏതാണ് വരുന്നത്, ഡയഫ്രം തന്നെയാണ് വരുന്നത്. പക്ഷെ ബ്യൂഗിൾ എന്ന് പറഞ്ഞാൽ അവിടെ വായുവാണ് കമ്പനം ചെയ്യുന്ന ഓർത്തേക്ക്. ഏതാണ്, എയർ ആണ് കമ്പനം ചെയ്യുന്ന ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഈസി അല്ലേ. പക്ഷെ ഇതൊരു ഒറ്റ തവണ കേട്ടില്ലെങ്കിലോ നിങ്ങൾ തെറ്റിക്കും. ഇപ്പൊ ഇനി ആരും തെറ്റിക്കില്ല. ഇതൊക്കെ ഇനി കുറെ സമയം കാണാതെ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുക. 6 ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതേപോലെ അടുത്ത 2ാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കുന്നതിന് ആവശ്യമായ ഒരു ഘടകമാണ് ശബ്ദ സ്രോതസ് അല്ലെ. ഇനി മറ്റു 2 ഘടകങ്ങൾ ഏതെല്ലാം കണ്ടില്ലേ. ദ സോഴ്സ് ഓഫ് സൗണ്ട് ഈസ് എസെൻഷ്യൽ കമ്പോണന്റ് ഫോർ ഹിയറിംഗ് സൗണ്ട് അല്ലെ, വിച്ച് ആർ ദ അതർ 2 കമ്പോണന്റ്സ്. അപ്പൊ 3 ഭാഗങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ശബ്ദം, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ശബ്ദത്തിന് സഞ്ചരിക്കാൻ ആദ്യം ഒരു മീഡിയം വേണം. ഇപ്പൊ നമ്മൾ 2 ആളെടുത്ത് ഇപ്പൊ കുറെ കുട്ടികൾ അവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നു വിചാരിക്കാം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ശബ്ദം പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഞാനാണ് ഇവിടുത്തെ സോഴ്സ് ഓഫ് സൗണ്ട് അല്ലെ, ശബ്ദ സ്രോതാവ്, അല്ലെങ്കിൽ സ്രോതാവ് അല്ലെ, ശബ്ദ സ്രോതസ് എന്ന് പറയുന്നത് ഞാനാണ്. ആ ശബ്ദം എയറിലൂടെ, വായുവിലൂടെ വന്നിട്ട്, അപ്പൊ 2ാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വേണം അല്ലെ, ഒരു മാധ്യമം വേണം. ഇനി 3ാമത്തെ എന്താണ്, ഒരു സെൻസ് ഓർഗൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ചെവി ഉണ്ടായിരിക്കണം. ചെവി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൗണ്ട് കേൾക്കാൻ പറ്റൂല. അപ്പൊ 3ാമത്തെ ഘടകം ഏതാണ്, സെൻസ് ഓർഗൻ ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. 1ാമത്തെ ഘടകം ഏതായിരിക്കണം, ശബ്ദ സ്രോതസ് ആണ് അല്ലെ, സ്രോതസ്, ശബ്ദ സ്രോതസ്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് നമ്മളെ ചോദ്യത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് സൗണ്ട് ആണ്. ആദ്യത്തെ ഘടകം ഏതായിരിക്കണം, സോഴ്സ് ഓഫ് സൗണ്ട് എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി 2ാമത്തെ ഘടകം ഏതായിരിക്കണം, നമുക്കൊരു മാധ്യമം ആവശ്യമാണ്. മാധ്യമം ആവശ്യം, അതായത് ഒരു മീഡിയം നമുക്ക് ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എപ്പോഴും ഒരു മീഡിയം വേണം, നമുക്കറിയാം.
നമ്മൾ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു മാധ്യമം ആവശ്യമാണ്. ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കണം? മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാല് ശ്രവണേന്ദ്രിയം. ശ്രവണേന്ദ്രിയം അല്ലേ? ശ്രവണേന്ദ്രിയം എന്ന് ഓർത്തിരിക്കുക. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിള്, നമുക്ക് ചെവി വേണം അല്ലേ? അപ്പോ സെൻസ് ഓർഗൻ. ഈ 3 പേരുകൾ നിങ്ങൾ പഠിച്ചു. സെൻസ് ഓർഗൻ മക്കളെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ശബ്ദം പുറപ്പെടുവിച്ചാൽ മാത്രം പോരാ, ഒരു ശബ്ദ സ്രോതസ് മാത്രം പോരാ, കേൾക്കാൻ ഒരാൾ വേണം, ആ കേൾക്കുന്ന ആൾക്ക് ഒരു ചെവി വേണം, അതോടൊപ്പം തന്നെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പൊ ഈ ഒരു 3 പോയിന്റുകൾ ഓർത്തേക്ക് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം അല്ലെ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലെ? ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു 2. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം വായിച്ചോളൂ. മലയാളം മീഡിയക്കാർ പെട്ടെന്ന് വായിച്ച്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ സെറ്റാണ്, ആരും പേടിക്കണ്ട. കുറെ ആൾക്കാർ സാറേ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാരാണ്, പേടിക്കേണ്ടത് അവിടെ ഉണ്ട്. നോക്കിക്കോളൂ. അപ്പൊ എന്താണ്? താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തി തിരുത്തി എഴുതാനാണ് പറഞ്ഞത് അല്ലെ? തിരുത്തി എഴുതാനും പറയുന്നുണ്ട് അല്ലെ? അപ്പോൾ എന്താണ്? റൈറ്റ് ഡൗൺ ദ വെദർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് കുറെ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ട്രൂ ഓർ ഫാൾസ്, അതുപോലെ തന്നെ കറക്റ്റ് ഓർ റോങ് എന്നാണ്. എന്താണ് അവിടെ തെറ്റായത് നമ്മളോട് ശരിയാക്കാനും പറയുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്? ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കും. തെറ്റ്. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കോ? സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കോ? ഇല്ല. ശബ്ദം ഏതിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ? ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമാണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തെറ്റിതിരുത്തിയൊക്കെ എഴുതാൻ പറ്റും. അപ്പൊ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമാണ്. ത്രൂ എയർ ആണോ വാക്വമാണോ? അല്ല. അപ്പൊ എയർ എന്നാക്കിയാൽ മതി. അപ്പൊ സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ എയർ എന്നാക്കി കൊടുത്താൽ മതി ഇവിടെ. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമാണെന്ന് ജസ്റ്റ് ഓർത്തേക്ക്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്ക്. എന്താണ്? വസ്തുക്കളുടെ കമ്പന മൂലം ശബ്ദം ഉണ്ടാകുന്നു അല്ലെ? എന്താണ്? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ്. ശരിയാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ശരിയാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ശരിയാണ് അല്ലെ? ഈസി. ഇനി തേർഡ് പോയിന്റ് നോക്കൂ. എന്താണ്? ഖരവസ്തുക്കളിൽ ശബ്ദം വാതകങ്ങളിലെ വേഗത്തെക്കാൾ കൂടുതലാണ്. ശരിയല്ലേ? അല്ലെ? എന്താ പറയുക? ദ സ്പീഡ് ഓഫ് സൗണ്ട് സോൾഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഗ്യാസസ് അല്ലെ? അപ്പൊ അതും ശരിയാണ്. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് വാതകങ്ങളെക്കാൾ കൂടുതൽ ഏതിലൂടെ പോവാ? ഖരവസ്തുക്കളിലൂടെയാണ്. നിങ്ങൾ കണ്ടു, നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഡെസ്കിൽ ഇങ്ങനെ ചെവി വെക്കുക, എന്നിട്ട് തലക്കിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ചൊരണ്ടിയാത്തന്നെ അത് വലിയ സൗണ്ട് ആയിട്ട് ഇങ്ങനെ കേൾക്കും അല്ലെ? കേട്ടില്ലേ? അപ്പൊ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെയാണ്? ഖരത്തിലാണെന്ന് ഓർത്ത് വയ്ക്കുക. വാതകത്തേക്കാൾ സ്പീഡ് കൂടുതൽ ഖരത്തിലാണ്. വാതകത്തേക്കാൾ സ്പീഡ് കൂടുതലാണ് ദ്രാവകത്തിന്, ലിക്വിഡ് എന്ന് പറയുന്നത്. ഇനി താപനില കൂടുമ്പോൾ ശബ്ദം കുറയുന്നു. അത് തെറ്റാണ്. താപനില കൂടുമ്പോൾ ശബ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു പറയുന്നത് തെറ്റാണ്. സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസ് ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗത കൂടുകയാണ് ചെയ്യുക. കാരണം കണികകളുടെ സഞ്ചാര വേഗത കൂടും. ഇപ്പൊ വായു ചൂട് പിടിച്ചിരിക്കാൻ അവിടുത്തെ കണികകൾ, വായുവിലെ എയർ മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? സ്പീഡിൽ ചലിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് സൗണ്ട് എന്ത് ചെയ്യുന്നു? സ്പീഡിൽ പോകും. ഇനി ശബ്ദത്തിന് കേൾക്കാൻ അല്ലെങ്കിൽ കുറെ അഫക്റ്റ് ചെയ്യുന്ന ബാധിക്കുന്ന കുറെ ഘടകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കാറ്റടിക്കുന്നു. ഞാനിപ്പോ ഇവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടുന്നാണ് കാറ്റ് വരുന്നത് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ശബ്ദം പെട്ടെന്ന് സഞ്ചരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാറ്റ് വന്നാൽ ശബ്ദത്തിന് പെട്ടെന്ന് സഞ്ചരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഈ ഒരു കാര്യം ഓർത്തേക്ക്. അപ്പൊ 3 ചോദ്യങ്ങൾ നിങ്ങൾ ഈസി ആണല്ലോ, ഒറ്റ തവണ കേട്ടാൽ ഇനി തെറ്റിക്കൂലല്ലോ. അതാണ് ഇതിന് പ്രത്യേകത. ഇനി അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എപ്പോഴും ഈ ഒരു ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം: ചാന്ദ്രയാത്രികർക്ക് ചാന്ദ്രോപരിതത്തിൽ നിന്നുകൊണ്ട് നേരിട്ട് സംസാരിക്കുന്നതിനും പരസ്പരം കേൾക്കാനും സാധിക്കുമോ? എന്തുകൊണ്ട് അല്ലെ? ക്യാൻ ദ ആസ്ട്രോണട്ട് നമ്മൾ സ്പേസിലേക്ക് പോകുന്നതാണ് അല്ലെ? ഡയറക്ട്ലി ഹിയർ ടു ഈച്ച് അതർ വൈൽ ടാക്കിംഗ് ഓൺ ദ ലൂണാർ സർഫസ്. വൈ? ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പണ്ട് ചന്ദ്രനിലേക്കൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ? നേരിട്ട് സംസാരിക്കുന്ന പോയിട്ട് നമുക്ക് നേരിട്ട് നടക്കാൻ പോലും പറ്റൂല അല്ലേ? എന്താ ചാടി ഇങ്ങനെ നടക്കുക. കാരണം അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ അതിലേക്കും നമ്മൾ കിടക്കുന്നില്ല. അപ്പൊ ഇതേപോലത്തെ ഒരു ചോദ്യം ഇങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം. ആ ചോദ്യം തന്നെ നമുക്ക് ഇങ്ങനെയും പ്രതീക്ഷിക്കാം. എന്താണ്? ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? കണ്ടില്ലേ? അപ്പൊ ഇങ്ങനൊരു ചോദ്യവും നമുക്ക് വരാം. അപ്പൊ ആ 2 ചോദ്യത്തിന്റെയും ആൻസർ നമുക്ക് എന്താണ്? ബഹിരാകാശത്ത് വായു ഇല്ലാത്തതിനാൽ ശബ്ദപ്രേഷണം സാധ്യമാകില്ല. വായു ഇല്ലാത്തതുകൊണ്ട് അവിടെ ശബ്ദം എന്ത് ചെയ്യുന്നില്ല? സഞ്ചരിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്താണ്? ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ പ്രത്യേക നോട്ട് റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നു. സ്പേസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ചന്ദ്രനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഏത് സംവിധാനം ഉപയോഗിക്കണം? റേഡിയോ സംവിധാനം. റേഡിയോ സംവിധാനം എന്നാണ് ഒറിജിനൽ റേഡിയോ കൊണ്ടുപോയി ഇങ്ങനെ പാട്ട് കേൾക്കുകയാണോ? അല്ല. നമ്മൾ സംസാരിക്കുന്ന സിഗ്നലുമായിട്ട് മാറിയിട്ട്
എന്ത് ചെയ്യുന്നു, അത് നേരെ അടുത്ത ആൾക്ക് കേൾക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ അല്ലേ, നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നു, സാറ്റലൈറ്റിലേക്ക് പോയിട്ട് അടുത്ത ആളിലേക്ക് എത്തുന്നു. എന്താ അല്ലേ? അപ്പൊ നോക്കിക്കോളൂ. ഇനി അടുത്തെന്താണ്? ദ സൗണ്ട് ട്രാൻസ്മിഷൻസ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ദർ ഈസ് നോ എയർ ഇൻ സ്പേസ്. എയറിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്, സ്പേസിൽ എയർ ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ദാറ്റ് ഈസ് ദ വൈ ആസ്ട്രോണറ്റ് യൂസ്ഡ് റേഡിയോ സിസ്റ്റം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഓർത്ത് വെക്കുക. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്തത് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. നോക്കിക്കോളൂ. എന്താണ്? ശബ്ദ മലിനീകരണം കുറയ്ക്കാൻ 2 മാർഗങ്ങൾ എന്ത് ചെയ്യുക, നിർദ്ദേശിക്കുക അല്ലെ. സജസ്റ്റ് 2 ways to reduce the noise pollution. അല്ലെ, ശബ്ദ മലിനീകരണം. അപ്പൊ ശബ്ദം എന്ന് പറഞ്ഞാൽ ശരിക്കും 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ഏതാണ്? ഒന്ന് നോയ്സ് ആണ്, മറ്റൊന്ന് ഏതാണ്? മ്യൂസിക് ആണ് അല്ലെ. മ്യൂസിക് എന്ന് പറഞ്ഞാല് റെഗുലർ വൈബ്രേഷൻ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയാതെ ആ ശബ്ദം എന്ത് ചെയ്യുന്നു, അങ്ങനെ ആസ്വദിക്കുക. അതാണ് മ്യൂസിക് എന്നാണ്. നേരെ വിളിച്ച് റൂട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല ബസ്സുകളും വാഹനങ്ങളൊക്കെ ട്രാഫിക്കിലൊക്കെ ചെന്ന ഭയങ്കര സൗണ്ട്, റെയിൽവേ സ്റ്റേഷൻ ചെന്ന ഒരുപാട് ആളുകൾ, അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് നോയ്സ്. അത് ഇറഗുലർ വൈബ്രേഷൻ, ക്രമരഹിതമായിട്ടുള്ള കമ്പനം. അപ്പോൾ ക്രമരഹിതമായിട്ടുള്ള കമ്പനത്തിന് നമ്മൾ സാധാരണ നോയ്സ് എന്ന് പറയാം, ഇറഗുലർ വൈബ്രേഷൻ. നേരെ വിളിച്ച് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രമമായിട്ടുള്ള കമ്പനം. എല്ലാവർക്കും എന്ത് ചെയ്യും? ഇപ്പൊ ചിലപ്പോൾ ഞാൻ ഒരു പക്ഷെ പാട്ട് പാടുന്നു, അത് എനിക്ക് മ്യൂസിക് ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തായിരിക്കും? അതൊരു നോയ്സ് ആയിരിക്കാം അല്ലെ. അപ്പൊ നോക്കുക, ഇത് നോയ്സ്, അതായത് ശബ്ദ മലിനീകരണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് വരും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് പോയിന്റ് എന്നുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള 3 പോയിന്റിന് പഠിക്കുക. 2 പരീക്ഷയ്ക്ക് വരും, 1 നിങ്ങൾ എഴുതും. പരീക്ഷയ്ക്ക് 2 ചോദിച്ചാൽ നിങ്ങൾ 3 എഴുതിയേക്കണം. അതിന് വേണ്ടിയിട്ട്. അപ്പൊ നോക്കുക, വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഡോ നോട്ട് യൂസ് എയർ ഹോൺ ഇൻ വെഹിക്കിൾസ്. ചില വാഹനങ്ങൾക്ക് സൗണ്ട് ഒക്കെ ചെവിയൊക്കെ തുളഞ്ഞു പോകൂലേ. ഇനി ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കർക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുക. കണ്ടല്ലേ, ഇങ്ങനത്തെ ഐറ്റംസിന് പകരം എന്ത് ചെയ്യാം? ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ലൗഡ് സ്പീക്കറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം എന്നാണ്. മൂന്നാമത്തെ, ശബ്ദ മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോ ടൗൺ ഏരിയയിലേക്ക് ചെന്ന മരങ്ങൾ ഉണ്ടാവോ? ഇല്ല. പക്ഷേ ഭാവിയിൽ നമ്മൾ ഇനി അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ വലിയ വലിയ ടൗണുകളുടെ ഒക്കെ സെന്ററിലൂടെ എന്ത് ചെയ്യും? ഒരുപാട് മരങ്ങൾ ഉണ്ടായിരിക്കും. കാരണം അവിടെ അത്രയും 4 വരിപ്പാത 5 വരിപ്പാത, അതിലൂടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സൈഡിലൂടെ ഒക്കെ നിറയെ മരങ്ങളാണ്. അപ്പൊ അങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ശബ്ദ മലിനീകരണമൊക്കെ കുറയ്ക്കാം. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം, അവസാനത്തെ ചോദ്യം തന്നെയാണോ? ഓക്കെ, അവസാനത്തെ ചോദ്യം അല്ലെ, 6ാമത്തെ ചോദ്യം അല്ലേ? നോക്കിയോളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയം ഹാസ് ഹയസ്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട് വിച്ച് ഹാസ് ദി ലോവസ്റ്റ്? അപ്പൊ നോക്കുക, ചുവടെ നൽകിയിരിക്കുന്നത് ഏതാണ് ശബ്ദത്തിന് ഏറ്റവും കൂടിയ വേഗം, ഏറ്റവും കുറഞ്ഞത് ഏത്? ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ഏതാണ് ഏറ്റവും കൂടുതൽ? ഖരവസ്തുവിലാണ് അല്ലെ, സോളിഡിലാണ് ശബ്ദത്തിന് ഏറ്റവും വേഗത കൂടുതൽ. ഇനി ഏറ്റവും കുറവ് എവിടെയായിരിക്കും? ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതായിരിക്കും ആൻസർ? ഏറ്റവും കുറവ് അത് വാതകത്തിലാണ്. ഏറ്റവും കുറവിലാണ് വാതകം. അപ്പോ കുറവ്, കൂടുതൽ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ ശൂന്യത എന്ന് എഴുതിയിരിക്കുന്നത് ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നതിനല്ല, അതുകൊണ്ട് പിന്നെ അത് എഴുതരുത്. ദ്രാവകത്തിലൂടെ എന്ത് ചെയ്യും? വാതകത്തിനേക്കാൾ സ്പീഡ് കൂടുതലാണ് ദ്രാവകത്തിൽ. ഓക്കെ, ദ്രാവകത്തിനേക്കാൾ സ്പീഡ് കൂടുതലാണ് ഏതില്? ഖരത്തില്. അതായത് ലിക്വിഡില് ഏറ്റവും കുറവ് ഗ്യാസിലാണ്, അതിനേക്കാൾ കൂടുതൽ ലിക്വിഡിലാണ്, ഏറ്റവും കൂടുതൽ ഏതിലാണ്? നമ്മളെ സോളിഡിലാണ്. ഓർത്തിരിക്കുക മക്കളെ. അപ്പൊ നമുക്ക് ഈ ഒരു 6 ചോദ്യം, സൗണ്ട് എന്ന ചാപ്റ്ററിനകത്ത് ഒരു കുട്ടി പോലും പഠിച്ചിട്ടില്ലെങ്കിൽ, പഠിക്കാത്തൊരു ചാപ്റ്റർ ആണെങ്കിൽ ഈ 6 ചോദ്യങ്ങൾ നിർബന്ധമായി പഠിക്കണം. ഈ 6 ചോദ്യത്തിന് ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾ ആനുവൽ എക്സാമിന് ചോദ്യം വരുള്ളൂ. അപ്പൊ ആ ഒരു ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനിയും നമുക്ക് എത്ര ടോട്ടൽ 8 ചാപ്റ്ററോളം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഫസ്റ്റ് വോളിയത്തിൽ ഒരു 4 ചാപ്റ്ററും സെക്കൻഡ് വോളിയത്തിൽ ഒരു 4 ചാപ്റ്ററും. ഈ 4 ചാപ്റ്റർ ഒന്ന് ടോട്ടൽ കൂടെ നമുക്ക് ആകെ 40 മാർക്കിന്റെ ചോദ്യങ്ങൾ വരിക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക നമുക്ക് സെക്കൻഡ് വോളിയത്തിനാണ്. പക്ഷെ ഫസ്റ്റ് വോളിയത്തിനുള്ള ചോദ്യങ്ങൾ വരും. മുന്നേ പഠിച്ച ചാപ്റ്ററൊക്കെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ കേട്ട സംഭവം തന്നെ നിങ്ങൾ മറന്നു. അപ്പൊ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ടാണ് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിന്റെ എക്സാം കഴിഞ്ഞ ബാക്കി അടുത്ത 4 ദിവസം ഉണ്ടല്ലോ, 28-ാം തീയതി നമ്മൾ എക്സാം വരുന്നത്. ആ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ ലൈവുകളും നിങ്ങൾ എന്ത് ചെയ്യണം? കാണണം. നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ പഠിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ അടിപൊളിയായിട്ട് എഴുതണം മക്കളെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ലൈവ് അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിനകത്ത് നല്ല
മെസ്സേജുകളൊക്കെ രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക് ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും പബ്ലിക് ലൈവ് എന്ത് ചെയ്യാൻ പാടില്ല, മിസ്സാക്കരുത്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കേൾക്കണം. അതിനകത്ത് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ കേട്ട് കേട്ട് നിങ്ങൾ പോലും അറിയാതെ എന്ത് ചെയ്യും, നിങ്ങൾ പഠിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന എക്സാം ഒക്കെ നമുക്ക് അടിപൊളിയാക്കണം. ആക്കണ്ടേ? ഓക്കെ, സെറ്റ് ആക്കണം. അപ്പോൾ ഓക്കേടാ, ബൈ.